കുറിപ്പ്. ഓക്കെ. ഇതെന്തത്? നടക്കണ ബക്കറ്റ്. ഇതെവിടെ പോയി? ഇതേതാ ഈ ബക്കറ്റ്? ഇത് ഇവിടത്തെ അല്ലല്ലോ. പത്മം, പട്ടി അഴിച്ചു വിട്ടോ? ആ വിട്ടു ചേച്ചി. ഞാൻ കിടക്കാൻ പോവാ. നീ ലൈറ്റ് അടിച്ചിട്ട് കിടന്നോട്ടോ. ആ ശരി. ഉണ്ണിയേട്ടൻ്റെ സിഗ്നൽ വന്നു. നീ ഒരു കാര്യം ചെയ്യും, ഇത് കൊണ്ടുപോയിട്ടെ ആ പട്ടിക്ക് ഇട്ട് കൊടുക്കും. നീ അല്ല വീട്ടിൽ കയറിയത്. സത്യം പറയടാ, സത്യം പറയടാ. നീ അല്ലേ കയറിയത്? പറയടാ, സത്യം പറയടാ. എന്റെ പൊന്നു സാറ്, എനിക്കൊന്നും അറിയത്തില്ല സാർ. ഞാൻ മോഷണം നിർത്തി വർഷങ്ങളായി സാറ്. നീ എന്നാണ് തുടങ്ങിയെന്നാണ് എനിക്ക് അറിയേണ്ടത്. മതി ഗോപാല, മതി. ണ്ടല്ലോ നിന്റെ താട്. നീ ആരാടാ? പൃഥ്വിരാജ. എന്തൊരു നാറ്റോടാ. വിളിക്കയില്ല. ജാസ്മിൻ വിഷമിക്കണ്ട, ഞാൻ എങ്ങനെയെങ്കിലും ആ കളനെ പോക്കും. തന്നെ ഇന്നലെ കണ്ടുമുട്ടിയെങ്കിലും ഇത്ര പെട്ടെന്നൊരു പരാതിയായിട്ട് തന്റെ മുമ്പിൽ വരേണ്ട വരുമെന്ന് ഞാൻ കരുതിയില്ല. ഓ, അതൊന്നും സാരമില്ലടോ. ഈ മോഷണം പോയ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പരാതിയിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ടല്ലോ അല്ലേ? എല്ലാം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. മറ്റെന്ത് കിട്ടിയില്ലെങ്കിലും എനിക്ക് എന്റെ താലിമല തിരികെ കിട്ടണം. 100%. എന്തായാലും സർ, പതിപോലെ തന്നെ കഥകം ചെല്ലൊന്നും തകർത്തിട്ടില്ല. പിന്നെ പട്ടി ഇപ്പോഴും മയക്കത്തിലാണ് സർ. ഈ ജോലിക്കാരി ആളെങ്ങനെയുണ്ട്? നല്ല സ്ത്രീയാ. കഴിഞ്ഞ 10 വർഷത്തിലേറെയായിട്ട് അവൾ എന്റെ കൂടെ ഉള്ളതാ.
ഈ രാത്രി എത്ര മണിക്കാണ് നിങ്ങൾ വാതിലുകളൊക്കെ അടയ്ക്കുന്നത്? ഒരു 8-8:30. അതിനു മുമ്പ് പട്ടി അഴിച്ചുവിടും. അപ്പം അതിനു മുമ്പ് കള്ളനകത്ത് കയറി. സാറേ, ആ ജോലിക്കാർക്ക് സാറിനോട് എന്തോ പറയണമെന്ന്. വിളിക്കേ സർ. ആ വാ വാ വാ. നമസ്കാരം. നമസ്കാരം. എന്താ പറയാനുള്ളത്? സാറ്, ഞാൻ ഇന്നലെ രാത്രി പാത്രം കഴികൊണ്ടിരുന്നപ്പോഴേ ആ പുറത്തൊരു ബക്കറ്റ് നീങ്ങണ പോലെ തോന്നി. ബക്കറ്റ് നീങ്ങുന്ന പോലെ? ആ, ഞാൻ വിചാരിച്ചു അത് വല്ല പട്ടിയും പൂച്ചയാണെന്ന്. പാത്രം കഴുകി വെച്ചിട്ട് ഞാൻ നോക്കാൻ വന്നപ്പോഴേ അതവിടെ കണ്ടില്ല സാറേ. ഓ, തിരിച്ച് അകത്തേക്ക് കയറാൻ നേരം നോക്കിയപ്പോ ദേ ഇരിക്കുന്നു അടുക്കള അതിന്റെ അടുത്ത്. ഞാൻ എടുത്ത് നോക്കിയപ്പോ അതിന് 2 ഓട്ട ഉണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ബക്കറ്റ് അല്ലായിരുന്നു സാറേ. പിന്നെ കാലത്ത് നോക്കിയപ്പോ അതവിടെ കാണാനുമില്ല. ആ ഈ ബക്കറ്റ് കണ്ടത് ഏകദേശം ഒരു എത്ര മണിക്കായിരിക്കും? അത് ഒരു 8 മണിയായി ഉണ്ടാവും സാറേ. ആ 8 മണി. ബക്കറ്റിന് എന്ത് വലിപ്പമുണ്ടാവും? ഇത്ര ഉണ്ടാവും സാറേ. അത് സാരമില്ല. ഹംസ, ഇവിടെയുള്ള ബക്കറ്റൊക്കെ ഒന്ന് എടുത്തിട്ട് വന്നേ. ആ നോക്കിയേ, ഇതിൽ ഏതിൻ്റെങ്കിലും ഒക്കെ വലിപ്പം ഉണ്ടായിരുന്നോ? ഇതിനേക്കാളും കുറച്ച് വലുതായിരുന്നു സാറേ. ഓ, അപ്പോൾ ഒരു 2, 2.5, 3 അടി വലിപ്പം വരും അല്ലേ? ജാസ്മിൻ, താനൊന്ന് വിട്ടോ, ഞാൻ വിളിച്ചോളാം. ശരി. ആ ശരി. ശരി. ആ നമസ്കാരം. സാറേ, ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാ, ഉറപ്പാ. അതെനിക്കറിയാടൂ. ഈ ജാസ്മിൻ എൻ്റെ പഴയൊരു ക്ലാസ്മേറ്റാ. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് അവളെ ഒന്ന് ബോധിപ്പിക്കണ്ടേ? അതിന് ഞാനൊരു നമ്പർ ഇട്ടാ. എന്നാലും ആ ബക്കറ്റ് കഴിച്ചോടാ. വേണ്ട സാറേ. സാരമില്ല, അടിച്ചോ. അതല്ല സാറേ, ഞാനിത് നിർത്തിയതാണ്. അതുമല്ല സാറിനോട് ബഹുമാനക്കുറവാവും. അടിക്കല ഓ എടുത്തോ. ഓ സാറിനെ വിളിപ്പിച്ചെന്ന് എനിക്ക് മനസ്സിലായി. അവൻ മോശക്കാരനല്ല സാർ, പുലിയ. തമിഴ്നാട്ടിലെ തിരുട്ട് ഗ്രാമത്തിൽ നിന്ന് വന്നതെന്ന് തോന്നുന്നു. കൊല്ലാനും അടിക്കാത്ത കൂട്ടരാ. എടാ, നിനക്ക് എന്ത് വേണം ഞാൻ തരാം. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. അവനെ പൊക്കിയേ പറ്റൂ. നിനക്കാകുമ്പോ ഇതുപോലുള്ളവന്മാരെ കുറിച്ചൊക്കെ അറിയാൻ പറ്റുമല്ലോ. എന്റെ ഊഹം ശരിയാണെങ്കിൽ പൊക്കം കുറഞ്ഞൊരുത്തനാണ് ഇതിന്റെ പുറകില്. സാറ് ധൈര്യമായിട്ടിരി. പരുന്തു കോഴിക്കുഞ്ഞ് റാഞ്ചും പോലെ ഞാൻ അവനെ പൊക്കിയിട്ട് സാറിനെ മുന്നിൽ കൊണ്ടിട്ട് തരാം. പക്ഷെ കുറച്ച് കാശ് ചെലവ് വരും. എന്തിന്? കുറച്ച് പേർക്ക് കുപ്പി മേടിച്ചു കൊടുക്കാൻ വേണ്ടിയാ. ആ, നീ ഒരു കാര്യം ചെയ്യ്, നാളെ സ്റ്റേഷനിലോട്ട് വാ, ഞാനത് അറേഞ്ച് ചെയ്ത് തരാം. അല്ല, എനിക്ക് ഗൂഗിൾ പേ നമ്പർ ഉണ്ട്, സാർ അതിൽ ഇട്ടുവന്നാൽ മതി. ആ ശരി, ഇട്ട് തരാം. സാറേ, എന്താ ഓർമ്മ എന്താ? ഒരു ചെറുത്. ആ എടുത്തു. ഓക്കെ സാർ. താങ്ക് യു സാർ. നിങ്ങക്ക് ഇത് എന്തിന്റെ കേടാ മനുഷ്യ? ഒരു കള്ളനെ പിടിക്കാൻ മറ്റൊരു കള്ളൻ. നിങ്ങക്ക് നാണമില്ലേ? സാറേ, നമസ്കാരം സാർ. സി ഉണ്ടോ? ഉണ്ട്. സി സാർ ഉണ്ടോന്ന്? ഉണ്ട്. ചന്ദ്രൻ സാർ അകത്തോട്ട് എന്നാട്ടെ. ഒരു ചായ. കടുപ്പം കൂടിയാലും മധുരം കുറയണ്ട. ഹായ് ബ്രോ, പണിയൊന്നും ഇല്ലേ? സാർ, ഈ CA സാറിന് വേറെ പണിയില്ലയോ? നമ്മൾ ഇത്രയും പോലീസുകാർ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമാണ് ഈ റിട്ടയർഡായ കള്ളനെ കൊണ്ട് നടത്താൻ പോകുന്നത്. ഒരു കള്ളന് മറ്റു കള്ളന്മാരുടെ നീക്കങ്ങൾ കൃത്യമായി അറിയാൻ കഴിയും. അതായിരിക്കും CS സാർ ഉദ്ദേശിച്ചത്. നമുക്കെന്താ സാറേ, എന്റെ അന്വേഷണത്തിൽ ഞാൻ രഹസ്യമായി കണ്ടെത്തിയൊരു കാര്യമുണ്ട്. സാർ അത് ആരോടും പറയരുത്. ഇല്ല, പറ. അവൻ ഇതുവരെ നടത്തിയ മോഷണങ്ങളിൽ ഭൂരിഭാഗവും സാറുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വീടുകളാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സാറിനോട് അവന് ശക്തമായ എന്തോ പകയുണ്ട്. എങ്ങനെയുണ്ട് എന്റെ കണ്ടുപിടുത്തം? ഇതാണോ അതിന്റെ വലിയ കണ്ടുപിടുത്തം? എടാ കോപ്പ, എനിക്ക് നേരത്തെ അറിയാം. അവനെ അറസ്റ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും വഴിയുണ്ടെന്ന് നീ അത് പറഞ്ഞതാ. അതിപ്പോ ഞാൻ എങ്ങനെ? എടാ, കുള്ളനായ ഒരു കള്ളൻ ഞാൻ ഇരിക്കുന്ന ഈ സ്റ്റേഷൻ പരിധിയിലോ ഞാൻ ഇതിനു മുമ്പ് ഇരുന്ന സ്റ്റേഷൻ പരിധിയിലോ ഉണ്ടോന്ന് നീ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാം, പെട്ടെന്ന് തന്നെ വേണം. ഉറപ്പായിട്ടും. ഇല്ലെങ്കിൽ ഇവിടെയുള്ള എല്ലാ കേസുകളും കൂടെ ഞാൻ നിന്റെ തലയിൽ വെച്ച് കിട്ടും. അതിലെല്ലാം 1-ാം പ്രതി നീയാണെന്ന് നിന്നെ കൊണ്ട് ഞാൻ ഇടിച്ച് സമ്മതിപ്പിക്കുകയും ചെയ്യും. എന്റെ സ്വഭാവം അറിയാലോ നിനക്ക്. എന്റെ ഭാര്യ പറഞ്ഞു ശരിയാ സാറേ. എന്താ? ഈ ആനച്ചോറ് കൊലച്ചോറ് എന്ന് പറഞ്ഞ പോലെ ഈ പോലീസ് ചോറും കൊലച്ചോറും തന്നെ. ഓട്ടോ സാറേ. നിക്കടാ, എന്റെ അമ്മേ പെട്ടു. തമാശ ഇങ്ങനെ ചുമ്മാ നീ വാ. കിട്ടിയപ്പ ആ, ഇത് വഴിച്ചെലവിന് വെച്ചോ. വേണ്ട സാറേ. മേടിക്കടാ. അയ്യോ, മേടിച്ച്.
അപ്പൊ ഓക്കെ സാർ. അമ്മ ഓ സാർ സൂക്ഷിക്കണേ. ഇത് മുറുകിയടെ കൈയും കാലം മുറിക്കുന്നു രാവിലെ ഒരു മടിക്കാത്തുള്ളൂ. ആശാൻ ആശാൻ എന്താ ഇവിടെ? ഞാൻ തൂറായിരിക്കും. അയ്യോ ആസ്യം. അയ്യോ ആശാനെ, എനിക്ക് ആശാന്റെ സഹായം വേണം. പൈസയുടെ കാര്യമാണെങ്കിൽ 10 പൈസയുടെ കാര്യം എൻ്റെ അടുത്ത് നടക്കില്ല. രാവിലെ ഒന്ന് അടിക്കാതിരുന്നിട്ട് കൈ കാലം പറഞ്ഞിട്ടില്ല. അന്നേരം സഹായം പറഞ്ഞു കൊടുത്താൽ പോടാവുന്നു. ദേ കാശൊന്നുമല്ല, സെറ്റപ്പ്. നിന്റെ കഴിക്കുന്ന പറ്റി സാധനമുണ്ട്. കളി സെറ്റപ്പാ? ആ ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു സെറ്റപ്പ് അല്ല 4 സെറ്റപ്പ് ശരിയാക്കി. സംഗതി സീക്രട്ടാ. അല്ല അത് ഒരു മിനിറ്റ്, എല്ലാം ഞാൻ ശരിയാക്കി തരാം. ആളെ കാണിച്ചു കൊടുത്ത 2 കുപ്പി പട്ടാളം ഓഫർ. കാണിച്ചു കൊടുക്കാത്ത നിന്നെ കാണിച്ചു കൊടുക്കണമെന്ന് പല പ്രാവശ്യം ഞാൻ ആലോചിച്ച. പിന്നെ വേണ്ടാന്ന് വെച്ച്. എന്നാന്ന് വെച്ചാ ഞാൻ ഒരു കുലംകുത്തി ആവാൻ പാടില്ലല്ലോ. ഇങ്ങോട്ടേക്ക് എന്നെ പൊക്കിയ തന്നെ കൊണ്ട് ഞാൻ പോകും. നേരെ ഞൊട്ടും ഓളം. നമ്മളെ പൊക്കാൻ CI സാർ വിദേശത്ത് നിന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന് ഇറക്കിയ സ്ഥിതിക്ക് ആ ഉദ്യോഗസ്ഥന് മടങ്ങിപ്പോകാനുള്ള വിസയും ടിക്കറ്റും നമ്മൾ എടുത്തു കൊടുക്കണ്ടേ? വിസ ഞാൻ സംഘടിപ്പിച്ചിട്ടുണ്ട്. ടിക്കറ്റുകളെടുത്തു. അയാളുടെ കള്ളും വാങ്ങി കുടിച്ചിട്ട് അയാൾക്കിട്ട് തന്നെ പണിയണം. അതല്ലേ അതിൻ്റെ ഒരു ഇത് അല്ലേ കോയക്ക? അതിനയാളുടെ വീട് എവിടെയാണെന്നറിയോ? പിന്നെ ഇവിടെ നമ്മുടെ കിഴക്കും ഭാഗം കോളനില് കിഴക്കും ഭാഗം കോളനി. അവളെ വിളിച്ചോണ്ട് വരണം. ഇരിക്കും. കുടിക്ക്, ക്ഷീണം മാറട്ടെ. താനവരെ ശരിക്കും കണ്ടായിരുന്നോ? ഞാൻ 2 വീശിക്കൊണ്ട് തിണ്ണയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് പ്രേതാത്മാക്കൾ പോലെ അവന്മാരെ വരവ്. ആദ്യം ഞാൻ കരുതി ആത്മാക്കളുടെ അറ്റാക്ക് ആയിരിക്കുന്നു. കഴിഞ്ഞ കർക്കിടകത്തിന് കാർന്നോമാർക്ക് ബലിയിട്ടില്ലായിരുന്നേ. എന്തൊക്കെ മോഷണം പോയി? എൻ്റെ സാറേ, അവന്മാർ ഉപ്പ് ചിരട്ടവരെ കൊണ്ടുപോയി സാറേ. ഇനി കഞ്ഞി വെക്കണമെങ്കിലേ കലം വേറെ വാങ്ങേണ്ടി വരും. ഭാഗ്യത്തിന് എൻ്റെ പെണ്ണുമ്പിളില്ലാ പോയി. അവളുടെ അമ്മയ്ക്ക് സൂര്യത്തുണ്ട്. അവളിന്നലെ അവളെ വീട്ടിൽ പോയിരിക്കുകയായിരുന്നു. ഇല്ലെങ്കിൽ അവന്മാർ അവളെ അടിച്ചിട്ട് പോയാൽ. സാറേ, കള്ളന്മാരാണെങ്കിലും ഞങ്ങളൊരു സത്യമുണ്ട്. ഒരു കള്ളൻ മറ്റൊരു കള്ളനെ വിട്ട് കയറത്തില്ല. ദേ ഇതെനിക്ക് ഉറപ്പാ. സാറിന് സഹാജിൻ്റെ പേരിൽ അവന്മാർ എനിക്കിട്ട് പണിഞ്ഞതാ. ദേ ഞാൻ ഇനി ഒന്നിനുമില്ല. എന്നെ വിട്ടേര് സാറ്. ഇതാ ഇതെന്താ? ഇത് വീട്ടിൽ നിന്ന് അവന്മാർ കൊണ്ട് സാധനങ്ങളുടെ ലിസ്റ്റാ. ദേ സാറ് സൗകര്യം പോലെ ഇതൊക്കെ മേടിച്ച് എൻ്റെ വീട്ടിൽ കൊണ്ട് തന്നാൽ മതി. തരണേ. ഇല്ലെങ്കിൽ അതിനു വേണ്ടി ഞാൻ വേറെ വല്ലയിടത്തും കയറേണ്ടി വരും. പിന്നെ സാറന്മാർക്ക് അതൊരു ബുദ്ധിമുട്ടാവും. മറക്കല്ലേ?